നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ അനി അനുഗ്രഹം മേടിക്കാനായിട്ട് ആദർശിന്റെ നയനയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ജയൻ ആദർശിനോട് ചോദിച്ചു, എടാ, ഉം, എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തുമെന്നും പറഞ്ഞല്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? വല്ല പുരോഗതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അച്ഛാ. പക്ഷെ അത് എത്ര പെട്ടെന്ന് നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അനി പറഞ്ഞു, ഏട്ടാ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആ കസേരയിൽ ഇരിക്കാനായിട്ട്. എടാ, നിന്റെ ഈ സ്വഭാവം നീ ആദ്യം മാറ്റണം. അച്ഛനും ഇതേ അതുപോലെ തന്നെ ഇളയച്ചനൊക്കെ ഉണ്ടല്ലോ നിന്നെ സഹായിക്കാനായിട്ട്. അവരൊക്കെ പറയുന്ന കേട്ട് നല്ല രീതിയിൽ നീ മുന്നോട്ട് പോയാൽ മതി. നിനക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞത്, ഇവനോട് എത്ര പറഞ്ഞിട്ട് ഇവന്റെ തലയിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ജയൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ കമ്പനി ഒരു തകർച്ചയുടെ വക്കീല എത്തി നിൽക്കുന്നത്, അവിടെ നിന്നെ കര കയറണമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതേടാ അനി, ഇപ്പൊ നിന്നെ കൊണ്ട് അതിന് സാധിക്കത്തുള്ളൂ. പിന്നെ മുത്തശ്ശന്റെ കാര്യം അറിയാലോ, ഒരു പക്ഷേങ്കില് കമ്പനി തകർന്നു പോയെന്നറിഞ്ഞാൽ മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല. ജയൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇപ്പം അച്ഛൻ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയില. ഇനി ആ നീയും കൂടെ അനി ആ പൊസിഷനിൽ കയറി ഇരുന്നില്ലെങ്കിൽ, എം ഡി സ്ഥാനത്ത് കയറി ഇരുന്നില്ലെങ്കിൽ അച്ഛൻ അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ അനി, നീ നല്ല രീതിയിൽ തന്നെ ആ എം ഡി കസേര കയറിയിരുന്നോ, നിനക്കെല്ലാം പറ്റും, നിന്നെ കൊണ്ടെല്ലാം സാധിക്കും, നിനക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അജയനും ജയനും അനിയൊക്കെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം നയന് പറഞ്ഞു, അനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് നയനെ, അവനെ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഒരു പക്ഷേങ്കിൽ അവൻ ഇവിടെ വിജയിക്കുവാണെങ്കിൽ ഞാൻ തിരികെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്റെ കമ്പനി ഭാരം കുറെ കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന് ഇപ്പൊ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ ആദർശേട്ടാ, പക്ഷേങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിൽ ആരാ കളിക്കുന്നെങ്കിൽ അവരെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഉം. മുത്തശ്ശന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തേക്ക്, മുത്തശ്ശന്റെ മനസ്സിൽ നമ്മളോട് സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ കമ്പനി തകർന്നതിന്റെ പേരില മുത്തശ്ശനിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആദർശനെ സമാധാനിപ്പിക്കുകയാണ്. ആദർശ് പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷനില്ല, എനിക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ആദർശം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അനി കമ്പനിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ തന്റെ ക്യാബിനിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അനിക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. ആ സമയം ജയൻ പറഞ്ഞു, നീ എന്താടാ നിൽക്കുന്നത്, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്കറിയില്ല വല്യച്ച, എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എടാ, നിന്റെ കഴിവ് നീ ആദ്യം വിശ്വസിക്കുക. എന്നാലും ആദർശാണ്ട് ഇരുന്ന കസേരയില്, എടാ, ആദർശന് സന്തോഷമുള്ളൂ നിന്നെ ഇവിടെ ഇരുത്തുന്നതില്. നീ ഇങ്ങനെ പിന്നോട്ട് മാറിയാൽ എങ്ങനെയാ ശരിയാന്നേ? എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ആദർശാണ് സത്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി വരുന്ന സമയത്ത് ആദർശാണ് ഞാൻ ഈ കസേര തിരികെ കൊടുക്കൂന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജയൻ പറഞ്ഞു, എടാ, അത് അപ്പോഴത്തെ കാര്യമല്ലേ, ഇപ്പൊ നീ ആദർശ് വരുന്നോടം വരെ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പറഞ്ഞു, എനിക്കറിയാം, കുറച്ച് നാളത്തേക്ക് ആദർശാണ് ഇവിടുന്ന് മാറുന്ന സമയത്ത് ഞാൻ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിയിരുന്നേ, അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, നിന്റെ മനസ്സിൽ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് തന്നെ നീ നടത്തിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അറിയാലോ, നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, നിനക്കതിന് കഴിയുമെന്ന് പറഞ്ഞു. ഹനി പറഞ്ഞു, ആദർശന്റെ മനസ്സൊന്ന് വേദനിച്ച എനിക്ക് വേദനിക്കും. കാരണം കുഞ്ഞുനാളില് മുതൽ എന്റെ മനസ്സൊന്ന് ഒന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദർശനായിരുന്നു വേദന മുഴുവനും. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അജയനും ഭയങ്കര വിഷമായി. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. ഞാൻ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ചെയ്യാൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ ഹബിയുടെ സ്വഭാവം അങ്ങനെയല്ല, ഹബി നേരെ തിരിച്ചല്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് അനന്തപുരിയുടെ സന്തതിയൊന്നും അല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ നെറുകേടുകൾ അവനും ഉണ്ടെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരുന്നോ, നിന്നെ കൊണ്ട് ഇവിടെ ശോഭിക്കാണ്ട് പറ്റും, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനിയെ പിടിച്ച് ജയനാണ് കസേരയിലേക്ക് ഇരുത്തുന്നത്. പിന്നെ കമ്പനി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് അങ്ങോട്ട് പോയി. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജാനകിയുടെ കോള് വരുന്നത്. അതും വെറും കോളല്ല, വീഡിയോ കോള് വിളിച്ചിട്ട് അതിന് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആഹാ, എടാ മോനെ, നീ അവിടെ കസേരയിൽ ഇരുന്നോന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ എനിക്ക് നല്ല സങ്കടവും ദേഷ്യമായി. എന്താ അമ്മ വിളിച്ചേ? എടാ, നീ ആ കസേരയിലൊന്ന് ഇരിക്കുന്ന കാണാൻ വേണ്ടിട്ടാടാ, ആ എം ഡി കസേരയിൽ ഇരിക്കുന്ന കാണാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ഇതെന്താ, എല്ലാ കാലത്തും ഞാനിവിടെ ഉറച്ചിരിക്കുന്നാണോ ഓർത്തിരിക്കുന്നത്? എനിക്കിവിടെ ഉറച്ചിരിക്കാൻ പറ്റുന്നില്ല, എന്റെ മാനസികാവസ്ഥ എനിക്കും അറിയത്തുള്ളൂ. ആദർശാണ്ടിരുന്നോണ്ടിരുന്ന കസേരയാന്ന് പറഞ്ഞു. എടാ, നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു കാഴ്ച കാണാനിട്ട്. നിന്റെ അമ്മയ്ക്കെന്നല്ല, ഏതൊരമ്മമാർക്ക് സന്തോഷമായിരിക്കും മക്കൾ ഉയരത്തിലേക്ക് പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നീ ഇങ്ങനെ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? ഇത് നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിക്ക് നിർവഹിക്കാൻ നോക്ക്. അമ്മേ, എനിക്കിതും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴേക്കാണ് ജലജ ജാനകിയുടെ അടുത്തേക്ക് വരുന്നേ.
ആ സമയം ജാനകി വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ജാനകി ജലജയോട് പറഞ്ഞു, നോക്കടി ജലജ, എങ്ങ് നോക്ക്, അനി ആ എം ഡി കസേര ഇരിക്കുന്ന കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ ജലജയും കൂടെ വന്ന് ഫോണിനകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ദേഷ്യം വന്നു. അനി പെട്ടെന്ന് കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു. ഷോ, അവൻ കോള് കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, സാരമില്ല. അതെ, സന്തോഷമായില്ലേ ജാനകി നിനക്ക്? അതെ. ജലജ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് അവൻ ആ എം ഡി കസേര കയറുന്നു. അത്ഭുതം തന്നെയെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, അച്ഛനും ആദർശം തമ്മിലുള്ള വഴക്കും പിഴക്കങ്ങളും അവസാനിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അതെന്താ, അങ്ങനെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ആദർശ് വീണ്ടും ആ എം ഡി കസേരയിലേക്ക് കയറത്തില്ലേ? അതാ ഞാൻ പറഞ്ഞേ. ഈ പുരാണങ്ങളിലൊക്കെ പല കഥകളും കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ ഏട്ടത്തിയുടെ മാറ്റം എന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം പറഞ്ഞ അനിയെ ഭയങ്കര ഇഷ്ടമൊക്കെ ആണെങ്കിൽ ശരി, അനി ആ കസേരയിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, അത് നീ വെറുതെ പറയുന്ന, പക്ഷെ അതല്ല സത്യം, സത്യാവസ്ഥ മറ്റൊന്നാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അനിയോട്. ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞു കൊടുക്കാം. എത്ര പ്രായം ചെന്നാലും അവരെ അധികാരം കൈമാറാൻ തയ്യാറാകല്ല. കാരണം ചെറുപ്പക്കാർക്ക് അധികാരം കൈമാറാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനെ എന്തേലും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടമായിരിക്കും, കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അവര് രാഷ്ട്രീയം വിട്ടു പോകുമോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ അടി കൂടാനും വഴക്കുണ്ടാക്കാനും ഒക്കെ ഈ ചെറുപ്പക്കാരെ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ കാണും, നാട്ടുകാരെ ആൾക്കാർ, പിള്ളേർ കാണും. പക്ഷേങ്കില് ഒരെലക്ഷൻ വരട്ടെ, രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നേ? അവരുടെ മക്കളെ നിർത്തും, അല്ലെങ്കിൽ അവര് നിൽക്കും, അങ്ങനെയല്ലേ ചെയ്തേ എന്ന് പറഞ്ഞോലായിരുന്നു ഇവിടെ. അതിന് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാല് എം ഡി കസേരയിൽ നിന്നും ആദർശല്ലായിരുന്നു ഇരിക്കുന്നേ, അതിന് മാറ്റം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇനിയിപ്പൊ ആദർശ് കയറി, ആദർശിന്റെ സ്ഥാനത്ത് അനി കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് സഹിക്കുവോ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അതൊക്കെ ഞാനും ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ജാനകിയുടെ മനസ്സിലേക്ക് കുറച്ച് ചൂട് പിടിപ്പിച്ചിട്ടാണ് ജലജ അങ്ങോട്ടേക്ക് പോകുന്നത്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. ജലജ മനസ്സിൽ വിചാരിച്ചു, എടീ ഒരു കാലത്തും നിന്റെ മകൻ അവിടെ ആ കസലിൽ ഉറച്ചിരിക്കാൻ പോകുന്നില്ല, അവൻ അധികം വൈകാതെ അവിടുന്ന് പുറത്തു ചാടും, ഇല്ല ഞങ്ങൾ ചാടിക്കും എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയാണ്. അതേ സമയത്ത് ഹബീയുടെ അടുത്തേക്ക് നബി ചെയ്യുന്നു. പിന്നീട് ഒരു വീഡിയോ കാണിച്ചിട്ട് നോക്ക്, അവൻ അനി ആ കസേര കയറി ഇരിക്കുന്നുണ്ടോ? അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, എന്ത് ചെയ്യാനാ നബിയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാന്നോ, അവൻ ഇതിനു മുമ്പ് അവിടെ കസേര കയറുന്ന കഴിഞ്ഞപ്പോ നിന്നെ ആദ്യം പുറത്താക്കി, ഇപ്പൊ കണ്ടില്ലേ അവൻ ആള് തന്ത്രശാലിയാ, ആ കസേര അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ വലിയ വീമ്പുറത്താനൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവൻ കസേര കയറി ഇരിക്കുന്നേ, അതാ പറഞ്ഞ അവൻ തന്ത്രശാലിയെന്ന്. അപ്പോഴേക്കും അബി പറഞ്ഞു, അതെനിക്കറിയാം, അവൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം അനാമികയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി, പിന്നെ എന്നെ ആ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കി, ഇപ്പൊ തന്നെ അവൻ കണ്ടില്ലേ അവൻ ആ എം ഡി കസേര കയറിയിരിക്കുന്നു. ഈ സമയത്ത് നബി പറഞ്ഞു, നിന്റെ മുത്തശ്ശൻ ആകെപ്പാടെ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാല് എന്താണെന്നറിയാലോ, ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആദർശ എണ്ണയൊക്കെ പുറത്താക്കിയില്ലേ, അത് തന്നെ നല്ല കാര്യം. കാരണം മോഹം നോക്കാൻ തീരുമാനം എടുത്തു. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. എടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനായിട്ടാ? അതെ, അവനെ ഒരു കാരണവശാൽ ആ കസേരയിൽ ഇരുത്തല്ല, അവിടുന്ന് നമുക്ക് ചാടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എനിക്ക് ശമ്പളം തരുന്ന ആരാ? ഏൺ ജ്വല്ലറിയാണ്. അപ്പൊ ഏൺ ജ്വല്ലറി കയറി വരണ്ടേന്ന് പറഞ്ഞു. നമുക്ക് ചോറ് തരുന്ന ആരാണെങ്കിൽ അവരെയാണെങ്കിൽ നമ്മൾ സഹായിക്കേണ്ടത്. മൂർത്തി ജ്വല്ലറി തകർന്നുള്ള വാർത്ത കേൾക്കണം. നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് അധികം വൈകാതെ ഏൺ ജ്വല്ലറിയിൽ ജോലിയും കിട്ടില്ല, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ അബിയെ സമാധാനിപ്പിക്കുകയാണ്. അധികം വൈകാതെ എനിക്ക് ജോലി പ്രവേശിക്കാന്ന് പറഞ്ഞു. ആ സമയം കിരണും ആദർശും നയനയും കൂടെ കണ്ടുമുട്ടുവാണ്. ആ സമയം ആദർശ് സിംഗിന്റെ വേഷത്തിൽ തന്നെയായിരുന്നു. ഏൺ ജ്വല്ലറിക്ക് പോകാൻ റെഡിയായിട്ട് വന്ന പിന്നീട് കിരണിനോട് കാര്യങ്ങളൊക്കെ പറയണം. അതെ, ഏൺ ജ്വല്ലറിന്ന് വിളിച്ചുകൊണ്ടിരിക്കും ആ ഡേവിഡ്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. കാര്യം മറ്റൊന്നുമല്ല, പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് ഡയമണ്ടിന്റെ, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി പോകാൻ ഇറങ്ങിയതാ. കിരൺ പറഞ്ഞു, അല്ല അതൊക്കെ കള്ളക്കടത്തായിരിക്കും അല്ലേ, റഷ്യന്നും അങ്ങനെയുള്ള ആഫ്രിക്കയിൽ നിന്നൊക്കെ കൊണ്ടിരുന്നേ. നയന പറഞ്ഞു, അത് ശരിയാ, മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. ആ സമയം കിരൺ പറഞ്ഞു, ഇന്റീരിയർ വർക്കൊക്കെ നടത്തുന്ന സമയത്തെ അപ്പൊ അതിന്റെ ക്യാഷും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് വഴി ചെയ്യാൻ പറഞ്ഞു. പക്ഷേങ്കിൽ അവർ പണമായിട്ട് തരാനാ കൂട്ടാക്കിയത്, 25 ലക്ഷം എന്ന് പറഞ്ഞു. അല്ല, അക്കൗണ്ട് വഴി കിട്ടുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചോദിച്ചില്ല, അവർക്ക് സംശയം വന്നാലോ എന്ന് കരുതി. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് വേണ്ടടാ, ക്യാഷ് ആയിട്ടാണേലും വായിക്കോ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു തെളിവുണ്ടാകുന്ന നല്ലതാ. അതെന്താന്ന് വെച്ചാൽ നീ വേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്തോളെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു.
പിന്നെ ഈ പറയുന്ന നവ്യ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നത്. നയന പറഞ്ഞു, ചേച്ചിയുടെ വിചാരം ചേച്ചി ഭയങ്കര സുന്ദരിയാ, അതുകൊണ്ടാണ് ചേച്ചിയെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതെന്ന്. അതൊന്നുമല്ല, അവർ കാര്യം കാണാൻ വേണ്ടിയിട്ടാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ആദർശ് പറഞ്ഞു, അല്ല ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് ഏൻ ജ്വല്ലറിക്ക് എന്നു. ഡേവിഡ് നല്ലൊരു സ്വീകരണം തന്നെയാണ് കൊടുത്തത്. പിന്നീട് ആദർശിനോട് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഇപ്പൊ പുതിയ കുറച്ച് കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതിനെന്താ, പിന്നെ കോടികള് ഇങ്ങനെ ബിസിനസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങൾ നല്ലൊരു കമ്മീഷൻസ് ഇങ്ങനെ എന്തായാലും തരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആദർശ് പറഞ്ഞു, രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ ഞാൻ നിങ്ങളെ കമ്പനിയെ കുറിച്ച് പറഞ്ഞു, ഡിസൈനിങ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും താല്പര്യമാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, എനിക്ക് ആ കളക്ഷനൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നീട് ആദർശിനെ ഡയമണ്ട് കളക്ഷൻ കാണിക്കാനായിട്ട് അയാൾ കൊണ്ടുപോയി. അതിനെല്ലാം ശേഷം ആദർശ് നേരെ കിരണിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ കിരണും ആദർശും, പിന്നെ അത് മാത്രമല്ല കിരണിനെ ഇതിനു മുമ്പ് സഹായിച്ചൊരു ആളുണ്ടായിരുന്നു, ഗംഗാപ്രസാദിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. കാരണം ഗംഗാപ്രസാദിന്റെ ലൊക്കേഷനൊക്കെ എവിടെയാ എങ്ങനെയാന്ന്, കാരണം ആ ഗംഗ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടാനായിട്ട് കിരണിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെ കാണാനായിട്ട് വന്നു. പിന്നീട് ഈ ഡേവിന്റെ കോളൊക്കെ ആർക്കാ പോകുന്നേ, അങ്ങനെ അറിയുവാണെങ്കിൽ ചിലപ്പം ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ട് അവന്റെ സഹായം തേടുവാണ്. അവനിങ്ങനെ കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നു, കാരണം കോൾസും കാര്യങ്ങളെല്ലാം അവന് വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. ഡേവിഡിന്റെ നമ്പറൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് വന്ന കോളുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അവൻ അങ്ങനെ നോക്കുവാണ്. പക്ഷേങ്കിൽ ഡേവിഡിന്റെ ഫോണിലേക്ക് വന്ന കോളുകളും കാര്യങ്ങളൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇതിപ്പോ കിട്ടാത്തതിന് കാരണം അയാളുടെ അടുത്ത് ഇതുപോലെ ആരെങ്കിലും ഉണ്ടായിരിക്കും, കാരണം അയാൾ വിളിക്കുന്ന ആരെയാണ് എന്താന്നൊക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളും ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എടാ ആദർശം, നിനക്കറിയാലോ ഗംഗയുടെ കാര്യത്തിൽ എന്നെ സഹായിച്ച ഇവനാണ്, ഇവനുള്ളതുകൊണ്ട് മാത്രമാണ് ഗംഗ എവിടെയാന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത്, പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചേ ഇവനെ കൊണ്ട് സാധിക്കുന്നുള്ള വിശ്വാസത്തിലാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, അയാളുടെ പിന്നിൽ ആരോ ഉണ്ട്, ആ ഡേവിഡിന്റെ, അതുകൊണ്ട് ആണ് അയാൾ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത്, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശനും തോന്നി ശരിയാന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.